وشرفنا بالإسلام وجعلنا خير أمة أخرجت للأنام وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام وأشهد أن محمدًا عبد الله ورسوله خير من صلى وصام وطاف بالبيت الحرام صلى الله عليه وسلم وعلى آله وأصحابه الكرام. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. لا إله إلا الله وحده صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده. لا إله إلا الله مخلصين له الدين ولو كره الكافرون. أعوذ بالله من الشيطان الرجيم. وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج മില്ലത അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമുക്ക് ബലിപെരുന്നാളാണ്. ഈ മഹത്തായ ആഘോഷ ദിവസത്തിൽ വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിനെ അനുസ്മരിക്കുന്നു. അവൻ്റെ മഹത്വത്തെ ഉന്നതമായി വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ആ പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, നമ്മളെ പരിപാലിക്കുന്നത്, നമുക്ക് അന്നം നൽകുന്നത്, വസ്ത്രം നൽകുന്നത്, പാർപ്പിടം നൽകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അവൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് നാം പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാം എല്ലാം അള്ളാഹുവിനുള്ളവരാണ്. അന്തിമമായി നാം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ ദിവസത്തിൽ അള്ളാഹുവിനെ അനുസ്മരിക്കാൻ ഏറ്റവും ഉച്ചസ്ഥരം അള്ളാഹുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നാം തക്ബീർ മുഴക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹുവാണ് ഏറ്റവും മഹാൻ, അവനാണ് ഏറ്റവും വലിയവൻ. വിശ്വാസികളായ മുവഹിദുകൾ മാത്രമാണ് അത് വിളിച്ചു പറയുന്നത്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അവനാണ് സർവസ്തുതിയും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിശ്വാസി അവൻ്റെ ജീവിതം വിശുദ്ധമാക്കും, അവൻ്റെ പ്രവൃത്തികൾ നന്നാക്കും. അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ സമ്പർക്കങ്ങളും അവൻ്റെ സൗഹാർദ്ദങ്ങളും അവൻ്റെ സാമൂഹിക ജീവിതവും അവൻ്റെ മാത്രമല്ല ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ്. അതുകൊണ്ടൊരു മുസ്ലിമിൻ്റെ അടുക്കൽ തൊട്ട അയൽപക്കത്ത് താമസിക്കുന്നത് ഹൃദ്യമാണ്. ഒരു മുസ്ലിമുമായിട്ടുള്ള സമ്പർക്കം വളരെയധികം സന്തോഷപ്രദമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആ ഇസ്ലാമിൻ്റെ ഉന്നതമായ സ്വഭാവ സംസ്കരണവും ഉന്നതമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ദൈനംദിന ജീവിതത്തിൽ നിലകൊള്ളേണ്ടത്. സഹോദരന്മാരെ, ഇന്ന് ദുൽഹജ്ജ് 10ാമത്തെ ദിവസമാണ്. നമുക്ക് ഏറ്റവും പുണ്യകരമായി കൽപ്പിക്കപ്പെട്ട 10 ദിവസങ്ങളിൽ ഏറ്റവും അവസാനത്തെ ദിവസമാണ്. എന്നാൽ അയ്യാമു തശ്രീഖും പുണ്യകരം തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിൽ നമ്മളെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ നാം പ്രധാനപ്പെട്ട ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നു. നമ്മുടെ നമസ്കാരം, ആ നമസ്കാരം ഇപ്പോൾ നാം നിർവഹിച്ചു കഴിഞ്ഞു. ഇതിനുശേഷം അള്ളാഹുവിനോട് സാമീപ്യം തേടിക്കൊണ്ട് നാം ബലികർമ്മം നടത്തുന്നു. അതേപ്രകാരം തന്നെ ഈ ബലികർമ്മം നമസ്കാരത്തിന് ശേഷം ആരംഭിച്ച് അയ്യാമു തശ്രീഖിൻ്റെ ഉറൂബ്, സൂര്യ അസ്തമയം വരെയും അതിന് സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും പറയേണ്ട ഒരു വാചകം വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ഹദാനാ ലിഹാദാ, ഈ വിശുദ്ധമായ ജീവിതത്തിന്,
ഈ മുവഹിദിന്റെ ജീവിതത്തിന്, പഠിച്ചവനെ മാത്രം ഏകനായി ഇലാഹായി സ്വീകരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ ജീവിക്കുവാൻ തൗഫീഖ് നൽകിയതിന് നാം അല്ലാഹുവിന് സർവസ്തുതിയും അർപ്പിക്കുന്നു. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിന്റെ ഹിദായത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും സന്മാർഗത്തിൽ ആയി പോവുകയില്ല. കോടാനുകോടി മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട്. അവർ കല്ലിനെ ആരാധിക്കുന്നു, മരങ്ങളെ ആരാധിക്കുന്നു, സർപ്പത്തെ ആരാധിക്കുന്നു, മരിച്ചുപോയവരെ ആരാധിക്കുന്നു, ജീവിച്ചിരിക്കുന്ന ആൾദൈവങ്ങളെ ആരാധിക്കുന്നു. എന്നാൽ വിശ്വാസികൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അള്ളാഹുവിനെ മാത്രമാണ് അവർ ആരാധിക്കുന്നത്. അവരോട് മാത്രമാണ് അവർ വിളിച്ചു തേടുന്നത്. ആ സന്ദേശമാണ് ഈ ലോകത്തിന്റെ മാതൃകയായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്നത്. ലഖദ് കാന ലക്കും ഫീ ഇബ്രാഹിം ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം വല്ലദീന മഅഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ള വിശ്വാസികളിലും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശദമായി പറഞ്ഞുകൊണ്ട് സൂറത്ത് മുത്തഹിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്താണ് അദ്ദേഹത്തിന്റെ മാതൃക? അല്ലാഹു അല്ലാത്ത ബഹുദൈവ വിശ്വാസം വെച്ച് പുലർത്തുന്ന മുഴുവൻ ആളുകളോടും ആദർശപരമായ അദ്ദേഹം വിയോജിപ്പ് പ്രഖ്യാപിച്ചു. നിങ്ങളുടെ വിശ്വാസമോ നിങ്ങളുടെ കർമ്മങ്ങളോ നിങ്ങളുടെ ആചാരങ്ങളോ നിങ്ങളുടെ നടപടിക്രമങ്ങളോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഞാനും നിങ്ങളിൽ നിന്ന് ഒഴിവാണ്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് വരെ ഈ മനസ്സിന്റെ വെറുപ്പും ഈ വിഷമവും നിങ്ങളെ സംബന്ധിച്ച ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വെറുപ്പും അത് നിലനിൽക്കും. അത് സൗഹാർദ്ദമായി, സ്നേഹമായി, സമ്പർക്കമായി മാറണമെങ്കിൽ നിങ്ങൾ പടച്ചതമ്പുരാനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബലി പെരുന്നാൾ എന്നല്ല, രണ്ട് പെരുന്നാളും ഇബാദത്താണ്, പ്രതിഫലം കിട്ടുന്ന ആരാധനയാണ്. അതുകൊണ്ട് ആരാധനയാകുന്ന ആ ദിവസം മനുഷ്യൻ നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തിന് വിരുദ്ധമായ യാതൊരു പ്രവർത്തനങ്ങളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഈ പെരുന്നാൾ ദിവസം നാം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് തക്ബീർ മുഴക്കി. ശേഷം പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ സാമ്പത്തിക ശേഷിയിൽ നിന്ന് സദഖകൾ ചെയ്യുന്നു, നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നു. അതേ പ്രകാരം തന്നെ എല്ലാ വിധത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും മാറി നിന്ന് ഞാൻ മുവഹിദാണ് എന്നുള്ള അഭിമാനം കൊള്ളുന്നു. സഹോദരന്മാരെ, എന്നാൽ പലവിധ മതപരമായ ആഘോഷങ്ങളുമുണ്ട്. അവർ കൂലി കിട്ടുമെന്നും ഭക്തി ലഭിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് പലവിധത്തിലുള്ള മതവിശ്വാസികളും പലതരത്തിലുള്ള ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒരു പരിധിയോളം അത് കൂത്താട്ടങ്ങളാണ്. ആണും പെണ്ണും കൂടിക്കലർന്നുകൊണ്ടും ബഹുദൈവ വിശ്വാസബന്ധമായ വിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും ധാരാളമായി മദ്യം കുടിച്ചുകൊണ്ടും ഇങ്ങനെ പല രൂപത്തിലുള്ള കുത്തഴിഞ്ഞ ആഘോഷ ദിവസങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മുസ്ലിങ്ങളുടെ ആഘോഷ ദിവസം ആരംഭിക്കുന്നത് തന്നെ നമസ്കാരത്തിലൂടെയാണ്. അള്ളാഹുവിൻ്റെ നാമം അത്യുസ്തരം സ്തുതിച്ചുകൊണ്ടാണ് അവർ ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കുന്നു. അങ്ങനെ ഒരു നല്ല പകൽ, അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിന് സന്തോഷമുള്ള, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ സംതൃപ്തി വിശ്വാസികൾ ഉണ്ടാകുന്ന ഒരു നല്ല പകലായിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെയുള്ള ബഹുദൈവ വിശ്വാസികൾ 2 ദിവസങ്ങൾ ആഘോഷ ദിവസങ്ങളായി അനുഷ്ഠിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, ഈ ദിവസങ്ങൾ എന്താണ് നിങ്ങൾ ആഘോഷിക്കുന്ന ദിവസത്തിന്റെ പൊരുൾ എന്താണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ജാഹിലിയ കാലത്തെ ശീലിച്ചു വരുന്ന സമ്പ്രദായമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇന്നല്ലാഹ ഖദ് അബ്ദലക്കും ബിഹിമാ ഖൈറൻ മിൻഹുമാ, നിങ്ങളുടെ ഈ 2 ആഘോഷ ദിവസങ്ങളെക്കാൾ ഉത്തമമായ 2 ആഘോഷ ദിവസങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ, നബി പേരിട്ട് പറഞ്ഞു. അത് അദ്ഹ പെരുന്നാളാണ്, ഈദ് ഫിത്ർ പെരുന്നാളാണ്. ഈ 2 ആഘോഷ ദിവസങ്ങളും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ഈദുൻ വഹാദാ ഈദുനാ, എല്ലാ സമുദായങ്ങൾക്കും വിശ്വാസികൾക്കും അവർ ആഘോഷിക്കുന്ന മതപരമായ പെരുന്നാളുകളുണ്ട്. എന്നാൽ ഹാദാ ഈദുനാ, ഇത് നമ്മുടെ പെരുന്നാളാണ്. അതുകൊണ്ട് ആ പെരുന്നാൾ ദിവസം നമുക്ക് ഉണ്ടാകേണ്ട ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒന്ന്, പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നമ്മൾ പങ്കിടണം, പരസ്പരം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഈദിൻ്റെ പെരുന്നാളിൻ്റെ അഭിവാദ്യം കൈമാറേണ്ടത്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനുള്ള വിശ്വാസം അചഞ്ചലമായി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകിയിരിക്കുകയാണ്.
നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിന്റെ പല ഭാഗത്തും വിശ്വാസികളായ ആളുകൾ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവർ ആട്ടിപ്പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സമ്പത്തുകളിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും അവർ ആട്ടിയൊഴിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ദുരന്തം അനുഭവിക്കുന്ന, വളരെയധികം അരാജകത്വത്തിൽ ജീവിക്കുന്ന ധാരാളം വിശ്വാസികൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ളപ്പോഴാണ് പടച്ച തമ്പുരാൻ ഈ അമ്ന് നമുക്ക് നൽകിയിട്ടുള്ളത്, ഈ നിർഭയത്വം നമുക്ക് നൽകിയിട്ടുള്ളത്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വഇൻദഹു ഖൂതി യൗമിഹി വഖദ ജമഅ ദുനിയ ബിഹദാഫിരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി വഇൻദഹു ഖൂതി യൗമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിർഭയരാണെങ്കിൽ, സുരക്ഷിതമായി ജീവിക്കാൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ, നിങ്ങളുടെ ആഹാരം നിങ്ങളുടെ മേൽ അന്ന് കഴിക്കേണ്ട ആഹാരം നിങ്ങളുടെ മേൽ അവിടെ വീട്ടിൽ സുലഭമാണെങ്കിൽ, നിങ്ങൾ ദുനിയാവ് മുഴുവൻ ലഭിച്ചവരെ പോലെയാണ്. നമുക്ക് അമ്നുണ്ട്, നിർഭയത്വമുണ്ട്. അതുകൊണ്ട് ഈ റബ്ബിനെ ആരാധിക്കണം. ഏത് റബ്ബ്? ഈ കഅബത്തിന്റെ റബ്ബ്, ഈ മഹത്തായ വീടിന്റെ റബ്ബ്. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ, വിശപ്പിൽ നിന്ന് അവർക്ക് ആഹാരം കൊടുത്ത് വിശപ്പ് മാറ്റി. വആമനഹും മിൻ ഖൗഫ്, ഭീതിയിൽ നിന്ന്, പേടിയിൽ നിന്ന്, അരക്ഷിതാവസ്ഥയിൽ നിന്ന് അവർക്ക് അല്ലാഹു നിർഭയത്വം കൊടുത്തു. അതുകൊണ്ട് സഹോദരന്മാരെ, നാം പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും പങ്കിട്ടെടുക്കേണ്ട ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ പരസ്പരം പിണക്കം മാറണം. ഈ പെരുന്നാൾ ദിവസത്തിൽ എല്ലാവരും സൗഹാർദ്ദം സ്ഥാപിക്കണം. വല്ല പിണക്കവും ഉണ്ടെങ്കിൽ ആ പിണക്കം മാറണമെന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹല്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജറ അഖാഹു ഫൗക സലാസത്തി ലയാൽ. ഒരു മുസ്ലിമിന് 3 ദിവസത്തിൽ കൂടുതൽ തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിൽ നിന്ന് പിണങ്ങി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ യൽതഖിയാനി, എന്താണ് അവരുടെ സ്വഭാവം? അവർ രണ്ടുപേരും കണ്ടുമുട്ടുമ്പോൾ ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നു, ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കുന്നു, അവർ പരസ്പരം സംസാരിക്കുന്നു പോലുമില്ല. അതല്ല ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുഹുമാ, ആ രണ്ടുപേരിൽ ഏറ്റവും ഉത്തമൻ അല്ലദീ യബ്ദഉ ബിസ്സലാം, അങ്ങോട്ട് ചെന്ന് സലാം പറയുന്നവനാണ്. ഒരു കുറവും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ സാഹോദര്യവും സൗഹാർദ്ദവും നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ദിവസമാണ്. അതുകൊണ്ട് നാം എല്ലാവിധത്തിലുള്ള അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. സിനിമ കൊട്ടകകളിൽ ലൈവ് നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്. സഹോദരന്മാരെ, അത് തെറ്റാണ്. അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകളാണ് ആ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ പണം മുടക്കി, നമ്മുടെ അധ്വാനത്തിൽ നിന്നുള്ള പണം മുടക്കി നമ്മൾ ഭക്ഷിക്കേണ്ട, നമ്മുടെ കുട്ടികൾ ഭക്ഷിക്കേണ്ട, സാധുക്കൾക്ക് സഹായമായി നൽകേണ്ട, നമുക്ക് പള്ളിയെടുക്കേണ്ട, ആരാധനാലയങ്ങൾ സ്ഥാപിക്കേണ്ട, ഒരുപാട് നല്ല നന്മകൾക്ക് ഉപകാരപ്പെടുന്ന ആ അള്ളാഹു നമുക്ക് നൽകിയ ധനം, മാലല്ലാഹുല്ലദീ ആതാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ധനം അത് ഹറാമിൽ ചെലവഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ തീർച്ചയായും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആലോചിക്കേണ്ട സന്ദർഭമാണ്. സഹോദരന്മാരെ, നമ്മുടെ ദീൻ മാനവ സമുദായത്തിന്റെ ദീനാണ്, മനുഷ്യവർഗത്തിന്റെ ദീനാണ്. എല്ലാ വിഭാഗം ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഏക ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന ഏക മതം ഇസ്ലാം മാത്രമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിം ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് ആരാണോ വഴിതെറ്റി നടക്കുന്നത് അവൻ വിഡ്ഢിയാണ് എന്ന് പറഞ്ഞു. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്മരണകൾ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാനവ സമുദായത്തിന്റെ ഇമാമാണ്. ഇനി ജാഇലുക ലിന്നാസി ഇമാമൻ, ജനങ്ങൾക്കെല്ലാം നിന്നെ ഇമാമായി നിശ്ചയിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയത്തക്ക വിധം സ്വഭാവനിഷ്ഠയും അതുപോലെ തന്നെ ഭക്തിയും തവക്കുലും പരിപൂർണമായി നിറഞ്ഞ ആളാണ്. വഇദ്തലാ ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ധാരാളം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇബ്രാഹിം നേരിട്ടു. അദ്ദേഹം തീകുണ്ടാരത്തിൽ എറിയപ്പെട്ടു. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അവനല്ലാതെ വേറെ ആരാധ്യനില്ല എന്ന് ധാരാളക്കണക്കിന് വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ആരാധിച്ചവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തോട് ഇതൊക്കെ തെറ്റാണ്. നിങ്ങൾ വചനമിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങളുടെ സ്ഥിതി എന്താണ്? സ്വന്തം പിതാവിനോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ പിതാവേ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് കേൾക്കാത്ത കാണാത്ത
ഒരു ഉപകാരവും ചെയ്യാത്ത ഈ മിണ്ട വസ്തുക്കൾക്ക്, മിണ്ടാൻ സാധിക്കാത്ത വസ്തുക്കൾക്ക് നിങ്ങൾ എന്താണ് ആരാധന അർപ്പിക്കുന്നത്? ഇങ്ങനെ പിതാവിനോട്, രാജാവിനോട്, ജനങ്ങളോട് രാപ്പകലില്ലാതെ അദ്ദേഹം സംവദിച്ചു. ഭൗതികമായ ഒരു ആവശ്യത്തിനല്ല അദ്ദേഹം സംവാദം നടത്തിയത്. നേരെ മറിച്ച് അദ്ദേഹം തൗഹീദിന് വേണ്ടി സംവാദം നടത്തി. ഏകനായ അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. അതുകൊണ്ടാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞു, "വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ." പ്രവാചകരോട് അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിൻപറ്റണം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മില്ലത്ത്. അതാ ഏകദൈവ വിശ്വാസത്തിന്റെയും തൗഹീദിന്റെയും ദീൻ. അത് ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കണം. എന്ന് മാത്രമല്ല, ആ അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔഷധ്യം കിട്ടും. പ്രയാസങ്ങൾ അള്ളാഹു ഇല്ലാതെയാക്കി തരും. നമുക്ക് ആ വിചാരം വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഖാഫ ഇന്നനി അസ്മഉ വഅറ. നിങ്ങൾ ഒരിക്കലും മൂസാ നബിയോടും ഹാറൂനോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട. ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് തൗഹീദ് പറയാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളെ ആക്രമിക്കും, അദ്ദേഹം ഒരുപാട് ഉപദ്രവം ഏൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വഅറ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, പൊയ്ക്കോളൂ ധൈര്യമായിട്ട്, ഞാൻ നിങ്ങളോടൊപ്പം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നും ഇന്നും എന്നും എപ്പോഴും നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു. എല്ലാ വിധത്തിലും അല്ലാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ അല്ലാഹുവിന്റെ മുമ്പിലാണോ നമ്മൾ തോന്നിവാസങ്ങൾ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മുമ്പിലാണോ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത്? ആ അള്ളാഹുവിന്റെ മുമ്പിലാണോ നമ്മൾ പരസ്പരം ഷണ്ട കൂടുന്നത്? പാടില്ല സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഇന്നൊരു മഹത്തായ കർമ്മം നമുക്കുണ്ട്, ബലികർമ്മം എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ അസ്തമയ സമയത്ത് വയോവാർദ്ധക്യത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കുഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ അറിയിക്കുന്നു. കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പടച്ചത് ഖുർആൻ എന്നോട് നിന്നെ അറുക്കണമെന്ന് ആജ്ഞാപിച്ചിട്ടുണ്ട്. മാതാ തറ, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മഅ സാബിരീൻ. അല്ലയോ പിതാവേ, നിങ്ങൾക്ക് എന്താണോ പടച്ചവന്റെ ആജ്ഞ വന്നത് അത് നിർവഹിച്ചോളൂ, ഞാൻ ക്ഷമിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ നേരിട്ടോളാം. ഇതാണ് ഇസ്മായിലിന്റെ മറുപടി. അങ്ങനെയുള്ള ഒരു പൊന്നുപ്പ, അങ്ങനെയുള്ള ഒരു പൊന്നുമോൻ പരസ്പര സ്നേഹത്തിന്റെയും അനുസരണത്തിന്റെയും സമർപ്പണത്തിന്റെയും തവക്കുലിന്റെയും മാതൃകയായി നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ആ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വസ്സലാത്തിന്റെ സ്മരണകൾ അനുസ്മരിക്കുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ആ രൂപത്തിൽ ചില സ്വഭാവ ഗുണങ്ങൾ നമുക്കുണ്ടാകണം. ഒന്ന്, ഇസ്ലാമിനോട് അങ്ങേറ്റത് സ്നേഹം നമുക്കുണ്ടാകണം. അത് എൻ്റെ തൊട്ടടുത്ത ഒരു അനുചരന്, സഹോദരന് അതിൻ്റെ ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ആശയങ്ങൾ വളരെ സൗഹാർദ്ദത്തോടു കൂടിയും സതുപദേശത്തോടു കൂടിയും ഗുണകാംക്ഷ നിർഭരമായും തൻ്റെ സഹോദരന്റെ ദഅവത്ത് നടത്തണം. നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ഹിക്മത്തോടുകൂടി, അഥവാ ദഅവത്ത് നടത്തുമ്പോൾ വിജ്ഞാനം വേണം. പറഞ്ഞു കൊടുക്കുന്ന വിഷയത്തിൽ നമുക്ക് അറിവ് വേണം. അറിവ് വേണമെങ്കിൽ നമ്മൾ പഠിക്കണം. സഹോദരന്മാരെ, ജഹാലത്ത് വെറുതെ പോവുകയില്ല. പഠിച്ചാലേ അത് നമുക്ക് നീങ്ങിപ്പിട്ടുകയുള്ളൂ. ജഹാലത്ത്, അറിവില്ലായ്മ മാറണമെങ്കിൽ നാം പഠിക്കണം. പഠിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കാം, ജുമാ ഖുതുബകളിൽ പങ്കെടുക്കാം, പുസ്തകങ്ങൾ വായിക്കാം, വിവരമുള്ള ആളുകളുടെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാം, സംശയങ്ങൾ ചോദിച്ചു പഠിക്കാം. ഈ എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഭൂമിയിൽ ഒരുക്കിയിട്ട് ആ വഴിക്ക് നടക്കാതെ ജാഹിലായി നടക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ജഹാലത്തിന് ശിക്ഷ നൽകും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയാതെ പോയി, ഞാൻ മനസ്സിലാക്കാതെ പോയി എന്ന് ഒരിക്കലും നാം വിശ്വസിക്കാൻ പാടില്ല. കാരണം നരകത്തിലേക്ക് തെളിക്കപ്പെടുന്ന ആളുകളോട് ചോദിക്കും, കൂട്ടത്തോടെ നരകത്തിന്റെ കവാടത്തിലേക്ക് കന്നുകാലികളെ തെളിച്ചു കൊണ്ടുപോകുന്നത് പോലെ നരകാവകാശികളെ കൊണ്ടുപോകുമ്പോൾ അലം യഅതികും റുസുലുൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഭാഷ സംസാരിക്കുന്ന റസൂല് നിങ്ങൾക്ക് വന്നിരുന്നായിരുന്നല്ലോ. യുൻദിറൂനകും ലിഖാ യൗമികും ഹാദാ, ഈ മാശറ ഭൂമിയിലെ ഒരുമിച്ച് കൂടുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും ജീവിതം നന്നാക്കണമെന്നും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നില്ലായിരുന്നോ? ഖാലൂ ബല, ഞങ്ങൾക്ക് വന്നിരുന്നു, അള്ളാഹുവിന്റെ വചനങ്ങൾ ഞങ്ങൾക്ക് ഓതി തന്നിരുന്നു. പക്ഷേ പ്രശ്നം ഹഖദ് കലിമത്തുൽ അദാബി അലൽ കാഫിരീൻ, അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ തീരുമാനം നടപ്പായി, അവർ അപ്രകാരം നരകത്തിന്റെ അവകാശികളായി മാറും. സഹോദരന്മാരെ, നമുക്കതല്ല വേണ്ടത്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം.
അള്ളാഹുവിനെ സൂക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ആളുകൾ സ്വർഗത്തിലേക്കാണ് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നത്. എന്നിട്ട് അവരോട് അവിടെയുള്ള കാവൽ നിൽക്കുന്ന ആൾക്കാരോട് പറയും, സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾക്കിതാ സ്വാഗതം, നിങ്ങൾക്കിതാ സമാധാനം, നിങ്ങൾക്കിതാ രക്ഷ, നിങ്ങൾക്കിതാ ഐശ്വര്യ ജീവിതം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനം സിദ്ധിച്ച മനസ്സേ, നീ ബേജാറാവേണ്ടതില്ല, നീ ദുഃഖിക്കേണ്ടതില്ല. നിനക്ക് സമാധാനത്തിന്റെ ദിവസമാണ്, നിനക്ക് പ്രതിഫലത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് കടന്നോളൂ സ്വർഗത്തിലേക്ക്. വിശാലമായ സ്വർഗം, ആ വിശാലമായ സ്വർഗം മൗദിഉ സൗത്തി ഫിൽ ജന്ന ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ആ സ്വർഗത്തിൽ ഒരു വടി വെക്കാനുള്ള സ്ഥലം, ആ സ്വർഗ ഭൂമിയിൽ ഒരു കമ്പ്, ഒരു വടി വെക്കാനുള്ള സ്ഥലം, ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നീ മത്സരം നടത്തുന്ന ദുനിയാവിന്റെ സ്വത്ത്, ആ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഭൗതികമായ സുഖങ്ങൾ മുഴുവനും നിനക്ക് ഒരുമിച്ച് കൂട്ടി തന്നാലും അതിനേക്കാളൊക്കെ ഉത്തമം സ്വർഗത്തിൽ ഒരു വടി വെക്കാനുള്ള സ്ഥലമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ആ സ്വർഗം വേണം. സ്വർഗം വെറുതെ ലഭിക്കില്ല, അതിനുവേണ്ടി അധ്വാനിച്ചവർക്കുള്ളതാണ്. വിശുദ്ധ അല്ലാഹു സൂറത്തുൽ ഹജ്ജിന്റെ അവസാനം പറഞ്ഞു, ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഏറ്റവും ശക്തമായ അധ്വാനം നടത്തണം, അധ്വാനിക്കണം. ഊജിതബാക്കും, വേറെ ഏതെങ്കിലും ആളുകളെ അതിന് അള്ളാഹു തെരഞ്ഞെടുത്തിട്ടില്ല, നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്, മുസ്ലിങ്ങളെയാണ് തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അനുഷ്ഠിക്കുന്ന നിങ്ങളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും തർത്തീബാക്കി തന്ന ഇസ്ലാം, അതിൽ യാതൊരു വിധത്തിലുള്ള പ്രയാസവുമില്ല. അത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുഷ്ഠിക്കുവാൻ, കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മതമാണ് നൽകിയത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീക്കും ഇബ്രാഹിം. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്താണ്. അതുകൊണ്ട് മുസ്ലിമീൻ, അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യ കൂട്ടായ്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ, സർവവും അള്ളാഹുവിന് സമർപ്പിച്ച കീഴൊതുങ്ങിയ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിട്ടിരിക്കുന്നു. ഈ പേര് നമ്മളിട്ട പേരല്ല, മുസ്ലിം എന്ന പേര് അള്ളാഹുവിന്റെ പേരാണ്. അൽ മുസ്ലിമൂൻ, വിശ്വാസികൾ എന്ന പേര് പടച്ചവൻ നൽകിയ പേരാണ്. ഏറ്റവും നല്ലതല്ലേ അള്ളാഹു അവന്റെ അടിമകൾക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ. അത് നമുക്ക് ആത്മാഭിമാനം തോന്നണം, നമുക്ക് അന്തസ്സ് തോന്നണം. നമ്മൾ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്, നമ്മൾ അള്ളാഹുവിന്റെ കാവലിലാണ്. അതുകൊണ്ട് തവക്കലു അലല്ലാഹ് വല്യതവക്കൽ അലല്ലാഹ്, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ പേരിൽ തവക്കുൽ ചെയ്യണം. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹരിച്ചു തരും. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പവിത്രത മനസ്സിലാക്കി, ഇതിന്റെ വിശുദ്ധി മനസ്സിലാക്കി, ഇനിയുള്ള നമസ്കാരങ്ങളിൽ മുഴുവനും ജമാഅത്തുകളിൽ നിങ്ങൾ കൃത്യമായി പങ്കെടുക്കണം. ദിക്റുകളും ദുആകളും വൈകുന്നേരവും രാവിലെയും ചെയ്യേണ്ടത് ആവർത്തിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആനിലേക്ക് തിരിയണം. എൻ്റെ മുമ്പിൽ ഒരുപാട് ചെറുപ്പക്കാരായ ആളുകളുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള, ഭൗതിക വിദ്യാഭ്യാസമുള്ള, ഏറ്റവും നല്ല സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന, നല്ല രക്തഓട്ടവും നല്ല ഊർജ്ജസ്വലതയും നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുമുള്ള ധാരാളക്കണക്കിന് ചെറുപ്പക്കാർ. തീർച്ചയായും പടച്ചവന്റെ മുമ്പിൽ നിങ്ങളുടെ ആരോഗ്യം ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ ബുദ്ധി ചോദ്യം ചെയ്യപ്പെടും, നിങ്ങളുടെ സമ്പത്ത് ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു ചോദിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്ന സംഘങ്ങളോടൊപ്പം ചേരുക, അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഒന്നായി ചെയ്യുമ്പോൾ തീർച്ചയായും ഭാരങ്ങൾ കുറഞ്ഞു കിട്ടും. ഒരു വലിയ ഭാര ഒറ്റക്കെടുത്ത് തലയിൽ വെക്കാൻ കഴിയില്ല. കുറേ ആളുകൾ ആ ഭാരയിൽ കൈവെക്കുമ്പോൾ ഏതൊരു ഉയരത്തിലേക്കും ആ ഭാരക്കല്ല് നമുക്ക് ഉയർത്തി വെക്കാൻ സാധിക്കും. അതാണ് തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ബിർറിന്റെ കാര്യത്തിലും തഖ്വയുടെ കാര്യത്തിലും വിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹായിക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് എനിക്ക് പറയുവാനുള്ളതാണ്, ധാരാളക്കണക്കിന് വനിതകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, സഹോദരിമാർ. ആ സഹോദരിമാർ നമുക്കൊരു ഇസ്സത്താണ്. ഇസ്ലാമിൽ സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം സഹകരിച്ചുകൊണ്ട് എല്ലാവരുടെയും വിശ്വാസത്തിന് തക്കതായ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എന്നാൽ സഹോദരിമാർ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ പ്രസംഗങ്ങളിൽ സ്ത്രീകളുടെ അടുക്കലേക്ക് മാത്രം പോയി അവർക്ക് പ്രത്യേക ഉപദേശം കൊടുത്തിരുന്നു. അന്ന് തന്നെ അവരുടെ ആഭരണങ്ങൾ അഴിച്ചുകൊണ്ട് ബിലാൽ ഉയർത്തി കാണിക്കുന്ന, വിരിച്ചു കാണിക്കുന്ന മുണ്ടിൽ അവരുടെ ആഭരണങ്ങൾ അവർ അഴിച്ചിട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉപദേശിച്ചു. കാരണം അവരുടെ വസ്ത്രധാരണം അത് പ്രധാനമാണ്. നിങ്ങൾ അള്ളാഹു മറക്കണം എന്ന് പറഞ്ഞ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവൻ മറക്കണം, അല്ലാതെ അത് തുറന്നിട്ട് നടക്കാൻ പാടില്ല. നിങ്ങൾ ആഭരണഭൂഷാദിക വേഷങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ മറക്കേണ്ട സ്ഥാനങ്ങൾ മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നടക്കുമ്പോൾ ഒരുപക്ഷേ
അവിടെയും ഇവിടെയുമുള്ള വളരെ ആഭാസക്കാരായ ആളുകൾ നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചത് വരും. പക്ഷെ അതല്ല ഒരു മുസ്ലിം പെണ്ണിൻ്റെ ചുമതല. അവിടെ അതുകൊണ്ട് തന്നെ ചായം പൂശിയും അതുപോലെ തന്നെ വേണ്ടാത്ത കോസ്മെറ്റിക് ചായങ്ങൾ പൂശിയും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചും അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാര്യം ഒരിക്കലും പാടില്ല സഹോദരിമാരെ. അതുപോലെ തന്നെ നിങ്ങളുടെ മടിയിലിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ അമാനത്താണ്. ആ കുട്ടികളെ നല്ല നിലയ്ക്ക് വളർത്തണം. അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാകണം, പരലോകത്തിലുള്ള വിശ്വാസം ഉണ്ടാകണം. അവർ അള്ളാഹ് എന്ന് വിളിക്കണം. അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ആ കുട്ടികൾ നാളെ പരലോകത്ത് നിങ്ങൾക്ക് മറയായി വരും. സ്വർഗത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ അവർ നേരത്തെ അവിടെ എത്തിച്ചേർന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് പിടിച്ചു കയറ്റും. അതുകൊണ്ട് ആ കുട്ടികളെ നല്ല പരിപാലിക്കണം. പ്രധാനമായും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വസ്ത്രധാരണയെ സംബന്ധിച്ചാണ്. അതേ പ്രകാരം തന്നെ ഇസ്ലാമിക ദഅവത്തിൽ ഏറ്റവും ശക്തമായ പ്രക്ഷോഭിതമായ ജീവിത ചരിത്രമുള്ള ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ, ഈ സഹോദരിമാരുടെ മാതൃകയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് സഹോദരിമാർ ഇരുട്ടിലാണ്, ഒരുപാട് സഹോദരിമാർ അന്ധകാരത്തിലാണ്. ഇസ്ലാം എന്താണെന്ന് അവർക്കറിയില്ല, തൗഹീദ് എന്താണെന്ന് അവർക്കറിയില്ല, ഖുർആൻ എന്താണെന്ന് അവർക്കറിയില്ല. നിങ്ങൾ പഠിക്കുക, പഠിക്കാത്തവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. ഏറ്റവും വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് പുരുഷന്മാർക്കൊരു പിന്തുണയായി, പുരുഷന്മാർക്കൊരു സപ്പോർട്ടായി, പുരുഷന്മാർക്കൊരു താങ്ങായി നിങ്ങൾ ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സഹോദരന്മാരെ, ഈ ദിവസത്തിൽ ഇതുപോലെയുള്ള സൗഹാർദ്ദങ്ങളും ഒരുമിച്ച് കൂടലും എത്രമാത്രം അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് സന്തോഷം രേഖപ്പെടുത്തുന്നറിയാമോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഉപദേശങ്ങൾ കേൾക്കുന്ന ഒരു സദസ്സിന്റെ മേൽ അള്ളാഹുവിന്റെ കടാക്ഷം വർഷിക്കുകയും അള്ളാഹുവിന്റെ മലക്കുകളോട് നിങ്ങളെക്കുറിച്ച് അള്ളാഹു മേനി പറയുകയും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും സമാധാനവും ഈ സദസ്സിന്റെ മുകളിൽ അള്ളാഹു വർഷിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സദസ്സാക്കി അള്ളാഹുവിന് മാറ്റുമാറാകട്ടെ. ജീവിതത്തിൽ പരിശുദ്ധി സ്വീകരിക്കാനും അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനിൽ തവക്കൽ ചെയ്യാനും അവൻ്റെ ദീന് പഠിക്കാനും പഠിച്ച ദീന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ സ്വഭാവത്തിലുള്ള ഫിത്നകളും ഫസാദുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് പ്രതിരോധിക്കുമാറാകട്ടെ. ശത്രുക്കൾ ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്ന അതിൻ്റെ നാശം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അവരുടെ എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ മുനയൊടിച്ച് അവരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ഇസ്സത്തും പ്രതാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾ നമ്മുടെ അമാനത്താണ്. ആ കുട്ടികളെ ഈമാനോടെയും വിശ്വാസത്തോടെയും ഇസ്ലാമിക സംസ്കാരത്തോടെയും വളർത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا يا غافر المذنبين ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد